അപ്പൊ നമുക്ക് വന്നിരിക്കുന്ന സ്വിഫ്റ്റ് ഡിസയർ കയറ്റം കയറുന്നില്ല, ചെയ്യുന്ന കാലെടുക്കുമ്പോൾ വണ്ടി പോകാൻ കുറെ സമയവും തീരെ വലിക്കുന്നില്ല എന്നിവയൊക്കെയാണ് ഇതിന്റെ കംപ്ലൈന്റ്. ക്ലച്ച് തീർന്നു പോയി, അതാണ് പ്രശ്നം. അങ്ങനെ ഇതിന്റെ ഗിയർ ബോക്സ് അയച്ചെടുത്തിട്ടുണ്ട്, എങ്കിലും നമുക്ക് ക്ലച്ച് മാറാൻ പറ്റത്തുള്ളൂ. ഇതൊരു ഡീസൽ വണ്ടി ആയതുകൊണ്ട് ഗിയർ ബോക്സിന് നല്ല വെയിറ്റ് ആണ്, പക്ഷെ പെട്രോൾ വണ്ടിക്കാണ് വെയിറ്റ് കുറവാണ്. ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ചെറിയ ചെറിയ സംഭവങ്ങൾ കഴിക്കുന്നത് പതിവാണ്. അപ്പൊ നമ്മുടെ അച്ചാസിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്പരത്തിച്ചൊക്കെയാണ് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നത്. ശേഷം നമ്മൾ 2-3 ചോളയൊക്കെ എടുത്ത് കഴിച്ച് നമ്മൾ ഉഷാർ. ശേഷം ക്ലച്ച് അയക്കുകയാണ്. ഇതിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. മഴക്കാലം ആണെങ്കിൽ പോലും നല്ല ഉഗ്രം ചൂടാണ്, ഞാൻ വേർത്ത് കുളിച്ച് ഇല്ലാണ്ടായിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മൾ ഇതിന്റെ ക്ലച്ച് അയച്ചെടുത്തിട്ടുണ്ട്. ക്ലച്ച് റിവറ്റ് എല്ലാം തരുന്ന പ്രഷർ പ്ലേറ്റ് എല്ലാം ഹാർഡായിട്ട് ഇരിക്കുക. വാലിയുടെ ക്ലച്ചാണ് ഇടുന്നത്, ഏതാണ്ട് 3500 രൂപയാണ് ഇതിന് വില വരുന്നത്. ശേഷം ക്ലച്ച് സെന്റർ ചെയ്തിട്ട് ഗിയർ ബോക്സ് കയറ്റുകയാണ്. ശേഷം അയച്ച സാധനങ്ങളെല്ലാം തിരിച്ച് പിടിപ്പിക്കുക. നമ്മൾ അജാസിക്കുകയും കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അതിനുശേഷം എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം വണ്ടി ഓടിച്ച് നോക്കുകയാണ്. നല്ല ഉഗ്രം വലുവും കയറ്റാൻ കയറാനൊക്കെ ഒരു കുഴപ്പമില്ല. അപ്പൊ കസ്റ്റമർ ഹാപ്പി, നമ്മൾ ഹാപ്പി. നമ്മൾ വേർത്ത് കുളിച്ച് ശരീരം എല്ലാം ചൂടായിരിക്കുന്നുണ്ട്. 2 തണുത്ത നാരങ്ങ വെള്ളം കുടിക്കാൻ പോവുകയാണ്. ചൂടത്തൊരു തണുത്ത നാരങ്ങ വെള്ളം കുടിക്കുന്ന ഒരു ഫീൽ അത് വേറെ ഒന്നുമില്ല. എല്ലാം നമ്മൾ അജാസിക്കയുടെ വകയാണ്. മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ ഓൾഡ് മോഡൽ വാഗണാറിന്റെ ഹെഡ് അയച്ചു വെച്ചായിരുന്നു. അപ്പൊ അത് അടുത്ത വീഡിയോ ആയിട്ട് വരാം. നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ഫോളോ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.